ഞാനൊരു മൂവി സജഷൻ തരട്ടെ. പൃഥ്വിരാജിന്റെ പഴയ ഒരു പടമാണ്, കുറച്ചായി. മൈ സ്റ്റോറി എന്നാണ് അതിന്റെ പേര്. ഓക്കെ, ആ സിനിമയില് സ്റ്റോറി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാന്റസി ടൈപ്പ് മൂവിയാണ്. സ്റ്റോറി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പൃഥ്വിരാജിന്റെ ഭാര്യയായിട്ട് കുറച്ച് അകന്ന് താമസിക്കുന്നതാണ്. ഡൈവേഴ്സ്ഡ് ഒന്നും അല്ല, എന്തൊക്കെയോ ഇഷ്യൂന്റെ പേരിൽ അവര് തമ്മിലുള്ള പ്രശ്നങ്ങളുടെ പേരിൽ മാറി താമസിക്കുന്നതാണ്. ഒരു ദിവസം പൃഥ്വിരാജിന് ആക്സിഡന്റ് പറ്റിയിട്ട് ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന. അപ്പോ പൃഥ്വിരാജിനെ ആത്മാവിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഏഞ്ചല് വരുന്നു. ആ ഏഞ്ചല് പൃഥ്വിരാജിന് അവന്റെ പഴയ കാല കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഈ പഴയ കാലത്ത് നടക്കുന്ന കാര്യങ്ങളില് പൃഥ്വിരാജ് ദേഷ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ റോങ് ആയിട്ട് പെരുമാറിയ സ്ഥലങ്ങൾ ഉണ്ടാവുമല്ലോ, അവിടെ കുറച്ചും കൂടെ ഡിഫറന്റ് ആയിട്ട് നല്ല രീതിയിൽ പെരുമാറിയിരുന്നുവെങ്കിൽ ജീവിതത്തിൽ എത്ര സന്തോഷം ഉണ്ടാവുന്ന ഈ ഏഞ്ചല് പൃഥ്വിരാജിനെ കാണിച്ചു കൊടുക്കുന്നത്. ഇതാണ് മൂവിയുടെ സ്റ്റോറി. ഓക്കെ, നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ പണ്ട് ആരോടെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റഫായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കില്ലേ, വേണ്ടായിരുന്നോ, അങ്ങനെ ചെയ്യണ്ടായിരുന്നോ, അങ്ങനെ ചെയ്തുകൊണ്ടാണ് എനിക്കിപ്പോ ഒരു സുഹൃത്തിനെ ഇഷ്ടപ്പെട്ടതെന്നോ അല്ലെങ്കിൽ ആ ഒരു ബന്ധം പോയതെന്നോ എന്നൊക്കെ തോന്നാറില്ലേ? അത് മാത്രമല്ല, പെർട്ടിക്കുലർലി ഈ സിനിമ എടുത്തു നോക്കിക്കഴിഞ്ഞാല് അത് സംസാരിക്കുന്നത് കപ്പിൾസ് തമ്മിലുള്ള ബന്ധമാണ്. ഇപ്പൊ കപ്പിൾസ് തന്നെ ആലോചിച്ചു കഴിഞ്ഞാല് അവര് തമ്മിൽ ഇടക്കിടക്ക് വഴക്കുണ്ടാക്കും, അടിയുണ്ടാക്കും, ദേഷ്യപ്പെടും പരസ്പരം. അതൊക്കെ ചെയ്തു കഴിഞ്ഞാല് നമ്മുടെ സന്തോഷം തന്നെയല്ലേ ഇല്ലാണ്ടായി പോവാ. നേരെ മറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത്, ദേഷ്യം വരുന്ന സമയത്ത് നമ്മള് ദേഷ്യപ്പെടാണ്ട് സമാധാനത്തില് സംസാരിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ നോക്കിയാല്, അല്ലെങ്കിൽ സന്തോഷത്തോടെ പെരുമാറിക്കഴിഞ്ഞാല്, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാല് നമ്മുടെ ലൈഫ് തന്നെയാണ് ഒരുപാട് സന്തോഷം ഉണ്ടാവുക.